ആരാത്? കൊള്ളാമല്ലോ. നിൽക്കാൻ, ഞാനും ഉണ്ട് കൂട്ടിനെ. ഏതായി വള്ള അപ്സരസോ? നിൽക്കോ. കാണുന്നില്ലല്ലോ. പോയി. നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ചകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ചകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? മേനക? അല്ല. രംഭ? അല്ല. തിലോത്തമ? അല്ല. പിന്നെന്താ അതിന്റെ പേര്? പറ. ഇത്തിരി ചുണ്ണാമ്പ് തരൂ? ഓ, തരാമല്ലോ. ചുണ്ണാമ്പ്? ചുണ്ണാമ്പോ? കാഞ്ഞരത്തിൻ പൂവും വേപ്പിന്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, 3 നേരവും കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മഠത്തിലേക്ക് കൊണ്ടുവരുന്ന വേണ്ടി വരും. തളമിടിയിലും തളക്കലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ യക്ഷിയെ കണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയിടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് യക്ഷി അയാൾ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു. ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാല പൂത്ത മണം. എന്തൊരഴകായിരുന്നു അവൾക്ക്. നിലത്തെഴയുന്ന മുടി. അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസിന്റെ കിലുക്കം. ഉടുരാജമുഖി, മൃഗരാജകടി, ഗജരാജ വിരാജിത മന്ദഗതി. അവൾ യക്ഷിയല്ലായിരുന്നുവെങ്കിലോ? പാദം നിലത്ത് തൊട്ടിരുന്നോ? അന്നേരം ആര് മാറി നോക്കുന്നു? അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ, കരിമ്പഴയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ടമാവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമരച്ചോട്ടിലൊരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം. അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്തമ്മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു. 33, 34, 35, 36, 37, 38, 39, 40, 41. எழுங்க, இங்க வாங்க. ராமநாமோட அங்கிட்ட சொல்லுங்க, அவர் தம்பி என்கிட்ட இன்னைக்கு கண்டிப்பா பார்க்கணும்னு. ராமநாமோட அங்கிட்ட உன் வீட்டுல தான் காணும். இப்ப நேரம் என்னாச்சு? பொழுது சாஞ்சு நாழிகை ஆச்சு. வேற எங்க இருப்பாரு? உன் வீட்டுல தான் காணும். என்ன புரியலையா? என்ன இவன் ஒண்ணுமே புரியாத மாதிரி பாக்குறான்.
ഭയാനകം. കൊള്ളാം. ഇനി കരുണം. പോരാ. വീരം. ബീഭത്സം. രസങ്ങളിൽ രാജനെ കാണിച്ചു തരാം. ശൃംഗാരം. ഇനി ഹാസ്യം. ഇത് കണ്ടോ? അദ്ദേഹം കൊണ്ടുവന്നതാ. കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. പഴകുന്തോറും ഇതിന്റെ വാസന കൂടും. എന്നെ കാണാൻ കൂടിയിട്ടാ ഇതൊക്കെ കൊണ്ടുവരുന്നത്. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിയെന്നിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട്? നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിലും എത്താറുണ്ട്. എന്ത് കേട്ടു എന്നാ? നിന്നെക്കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടുള്ളതൊക്കെ തന്നെ. അതിപ്പോഴും ആവർത്തിക്കുന്നെന്ന്. തമ്പി അദ്ദേഹമാണ് എന്നെ ആദ്യം കുതിരസവാരി പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു കുത്തുവാക്ക് ഞാൻ കേട്ടു. അന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതല്ലാതെ അതെന്താണെന്ന് ഈ നിമിഷവും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ഓ, എന്റെ 10 വയസ്സിലുണ്ടായ ആ കാര്യമോ? പറയാൻ മനസ്സില്ല. അന്നാണ് ഞാൻ ഋതുമതിയായത്. അന്നാണ് അയാൾ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു, നേരെ ചോദിച്ചിരുന്നെങ്കിൽ. സുഭദ്രേ, സുഭദ്രേ, വാതിൽ തുറക്കാം. ഞാനാ പറയുന്നത്, വാതിൽ തുറക്കാൻ. നീ കരയുന്നു. കുമാരനെ വിളിപ്പിച്ചത് കഴക്കൂട്ടത്ത് പിള്ളയ്ക്ക് അടിയന്തരമായി ഒരു നീട്ടെത്തിക്കാനാണ്. കുമാരൻ തന്നെ ആ ദൗത്യം നിറവേറ്റണമെന്ന് തമ്പി അംഗത്തെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. തമ്പി അംഗത്തേക്ക് ഇപ്പൊ എന്നോட നമ്പിക്ക കുമാരൻ കിട്ടതാൻ പോലിരിക്ക് അല്ലേ? അത് അഭിഷാം വരണോ? സുഭദ്രയുടെ പുരുഷനാച്ചേ. രാജ്യകാര്യത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തുകളയരുത്. ഇത് രാജ്യകാര്യമെന്ന് കരുതണ്ട. തമ്പി അംഗത്തോട് കാട്ടുന്ന ഒരു മര്യാദ. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയാൽ കീഴ്മേൽ നോക്കുന്ന പ്രകൃതമില്ല. അനിഷ്ടം തോന്നിയാലും അത് തന്നെ. കഴക്കൂട്ടத்துக்கு போறதுக்காக കുമാരനെயே ഏം വെക്കണോ?
தம்பியங்கத்தை ஒண்ணுமே காணாத தீர்மானம் பண்ற ஆள் இல்ல. இன்னொருத்தர் കാണാടനും പെരിയവர்கள் കാണുവാങ്ക. അതെ, അത് തന്നെ എന്റെ പേടിയും. അർഹതയില്ലാത്തതിന് കിട്ടുന്ന ഈ അംഗീകാരം തീക്കനൽ പോലെ കൈരണ്ട് നീട്ടി ഞാൻ വാങ്ങാം.